ഒരിക്കൽ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തി വളരെ ഉന്നത സ്ഥാനത്തെത്തി. അദ്ദേഹം തൻ്റെ ശാസ്ത്രബോധത്തിൽ വലിയ അഭിമാനം കൊണ്ടു. അത് കുറച്ച് അഹങ്കാരത്തിലേക്ക് നയിച്ചു. ഒരിക്കൽ അദ്ദേഹം ദൈവത്തോട് വാദിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയെക്കൊണ്ടിനി ആവശ്യമില്ല. ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ എന്ത് നിർമ്മിക്കാനും സൃഷ്ടിക്കാനും ഞങ്ങളുടെ ശാസ്ത്രത്തിന് കഴിയും. അപ്പോൾ ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ കൂടുതൽ പറയൂ, കേൾക്കട്ടെ. ശാസ്ത്രജ്ഞൻ തുടർന്ന് പറഞ്ഞു, ഞങ്ങൾക്കും അങ്ങയെപ്പോലെ നിലത്തുള്ള മണ്ണുപയോഗിച്ച് മനുഷ്യരൂപമുണ്ടാക്കി അതിന് ജീവൻ കൊടുത്ത് മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാമല്ലോ, ഇത് വളരെ താല്പര്യം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. എങ്കിൽ അതൊന്ന് കാണിക്കൂ. അങ്ങനെ ദൈവവും ശാസ്ത്രജ്ഞനും കൂടി ഒരു നല്ല നിലത്ത് എത്തി. എന്നിട്ട് അദ്ദേഹം നിലത്ത് നിന്ന് മണ്ണുപയോഗിച്ച് മനുഷ്യരൂപമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം ഇടപെട്ട് പറഞ്ഞു, ഇത് പറ്റില്ല. നിങ്ങളുടെ സ്വന്തമായി ഉണ്ടാക്കിയ മണ്ണുപയോഗിക്കൂ. ഇത് ഞാൻ സൃഷ്ടിച്ച മണ്ണല്ലേ. ഇത് കേട്ട ശാസ്ത്രജ്ഞൻ തൻ്റെ അമളി മനസ്സിലായി. ശാസ്ത്രത്തിന് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതിൽ നിന്നെടുത്ത് ആണ്. അങ്ങനെ ആ ശാസ്ത്രജ്ഞന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഒരിക്കലും നമ്മുടെ നേട്ടത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമുക്ക് നമ്മുടെ നേട്ടത്തിൽ അഭിമാനിക്കാം. അത് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജം നൽകും. പക്ഷേ അഭിമാനം ഒരിക്കലും അഹങ്കാരമായി മാറരുത്. എപ്പോൾ അഹങ്കാരം തുടങ്ങുന്നുവോ അപ്പോൾ പതനം ആരംഭിക്കും. ഉയരത്തിൽ എത്തുന്തോറും വിനയം കൂടുതലുള്ളയാളായി തീരുക.